നമ്മളിപ്പോൾ ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ടീ ഫാക്ടറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ബസ്സിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവരിവിടെ നമ്മുടെ കയ്യിലൊരു ടാഗ് ഇത് എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ടാഗ് നമുക്ക് കെട്ടിത്തരും. നോക്കിയോ, ഒരു ടാഗ് ഇങ്ങനെ ഉണ്ടാവും. ഈ ടാഗ് ശരിക്കും ഇവിടെ വരുന്നവരുടെ കൗണ്ടിങ് എടുക്കാൻ വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ടാഗ് ഓക്കെ. നമ്മളിവിടെ നിന്ന് നേരെ ഈ കാണുന്ന ഒരു ലാഡർ, അതായത് ഇരുമ്പ് പാലമാണ്, ഇരുമ്പ് പാലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്സാണ്. ഇത് കയറി നമ്മൾ നേരെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കി ഒരുപാട് വിഷ്വൽസ് നമുക്ക് കിട്ടും. നമ്മൾ നേരെ കയറി ചെന്നു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നേരെ ഈ കാണുന്ന ഈ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഊട്ടിപ്പട്ടണം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ഏരിയ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഒരു തൂക്കുപാലത്തെ പോകുന്നൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഫീൽ ചെയ്യും. ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ആ ലാഡർ കയറി വരുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ടീ ഫാക്ടറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ടൈപ്പ് മെഷീനാണിത്. റോട്ടോ വൈൻ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ മെഷീനിലാണ് നമ്മളുടെ ചായ പൊടിയാക്കി എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ ഒന്ന് രണ്ട് മെഷീൻസ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നിടത്തേക്കാണ് എൻട്രിയാണ്. എൻട്രി പാസ് കിട്ടുന്ന ഇവിടെയാണ്. ഇവിടെ നമുക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പാസ് കിട്ടും. അതിനുശേഷം നമുക്ക് നേരെ മ്യൂസിയത്തിലേക്കായിരിക്കും നമ്മൾ കിടക്കുക. നമ്മൾ നേരെ ഇനി മ്യൂസിയത്തിനകത്തേക്ക് കയറുകയാണ്. ആദ്യം ഫാക്ടറിയിലേക്ക് എൻട്രൻസിൻ്റെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മ്യൂസിയമാണ്. ഇത് ടീ മ്യൂസിയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇവരുടെ കുറേയധികം പഴമ വിളിച്ചോതുന്ന കുറേയധികം കണ്ടൻറ്റുകൾ ഇവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കാലത്തുണ്ടായിരുന്ന കുറേ ഹിസ്റ്ററികളാണ് ഇവിടെ ഈ മ്യൂസിയത്തിനകത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതെല്ലാം വായിച്ച് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. 2 സൈഡിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു റോയൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇതേപോലെ ലെജൻഡറി ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല പല കണ്ടൻറ്റുകളുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് പോകണം. ഇവിടെ വരെ എത്തിയപ്പോൾ തന്നെ നല്ല സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നു. നല്ല പച്ച തേയിലയുടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം ട്രോഫീസും കാര്യങ്ങളൊക്കെ അവരുടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇതാണ് നമ്മളുടെ മിഷനറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതലാണ് ടീ ഫാക്ടറി എന്ന് പറയുന്ന രീതിയിൽ മിഷനറീസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന ഈ ഒരു റാക്ക് ഉണ്ടല്ലോ, ഇതിലാണ് ഫുള്ള് തേയില വരും. ഇതിപ്പോൾ കുറച്ച് തേയിലകളേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മളെ വരുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഫുള്ള് തേയില നുള്ളിയത് ഇല ഉണ്ടായിരിക്കും. അത് അവിടെ നിന്ന് നേരെ ഈ മുകളിൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ബക്കറ്റ് പോലൊരു സംഭവമുണ്ട്. അതിലാണ് ഫില്ല് ചെയ്ത് വരുന്നത്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അത് നേരെ വന്നിട്ട് ഈ കാണുന്ന മെഷീനിൽ, അതായത് നമ്മളിപ്പോൾ നേരിൽ കാണുന്ന ഒരു മെഷീനിലേക്കാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ശരിക്കും സോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഈ ഇലകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം അതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കറക്റ്റ് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അത് നേരെ താഴേക്കൊരു ബാരലിലൂടെ നേരെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കാണ് ഇത് സംഭവം. ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇത് ഈ കൺവെയർ കൊടുത്തിരിക്കുന്നത്. ഇത് ഫില്ല് ചെയ്യുന്നത് അതിനാണ് അവിടെ ലേഡി നിൽക്കുന്നത്. അവരിവിടെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്ത് നേരെ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലെത്തി നിന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ലീഫ് കംപ്ലീറ്റ് താഴേക്ക് പോയി കഴിയുമ്പോൾ അത് മെഷീൻ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് നേരെ ഇതിൻ്റെ അകത്തേക്ക് ബാക്കി വരുന്ന ബക്കറ്റിലുള്ള ലീഫ് മുഴുവൻ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇത് നേരെ ഈ കാണുന്ന കുഴലിലൂടെ നേരെ താഴേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം. ഇവിടുന്ന് നമ്മൾ താഴേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് നടക്കാനുള്ള പാസേജ് താഴെ മിഷനറീസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് മുകളിലായിട്ട് ഒരാളുടെ ഹൈറ്റിന് പൊക്കത്തിലേക്കാണ് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആ മേളിൽ നിന്ന് വരുന്ന തേയില വരുന്ന ഈ കാണുന്ന ബാരലിലൂടെയാണ് നേരെ കുഴലിലൂടെ നേരെ താഴെ പൊടിക്കുന്ന മെഷീനിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നും നന്നായിട്ട് പൊടിച്ച് ഓരോ കൺവെയർ വഴി കണക്ട് ചെയ്തിട്ട് ഓരോ മെഷീനിൽ പിന്നെ അത് ഇൻസേർട്ടായി രണ്ടാമത് അവിടുന്ന് എന്ത് ചെയ്യും, അവിടുന്ന് ഒരു ചെറിയ പ്രോസസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം ഓരോ കൺവെയർ വഴി കയറി പൊടിയായിട്ട് നേരെ വരികയാണ്. ഈ വരുന്ന കൺവെയർ നേരെ ചെന്ന് നിൽക്കുന്ന ഒരു ഹീറ്ററിലേക്കാണ്. നേരെ നമ്മളിപ്പോൾ ഇവിടെ കാണാം ഒരു സിൽവർ കളറിലുള്ളൊരു ചേമ്പർ കാണാം. ഇത് റോട്ടറിയാണ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ശരിക്കും നമ്മൾ ചായപ്പൊടീനെ ശരിക്കും ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് പച്ച കളറിൽ വരുന്ന ഈ സംഭവം ഈ ചേമ്പറിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ബ്രൗൺ കളറിൽ
നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചായപ്പൊടിയുടെ നിറത്തിലേക്ക് എത്തും. അതിനിവിടെ ഒരു ഹീറ്റ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ പച്ചത്തരികളിലുള്ള നമ്മളുടെ വേപ്പറും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ എന്ത് ചെയ്യും, ഹീറ്റിംഗ് പ്രോസസ്സിൽ വരുമ്പോൾ അത് ഇല്ലാണ്ടാവും. അതിനുശേഷം ഇത് നേരെ കൺവെയറിലൂടെ തന്നെ രണ്ടാമത് റിട്ടേൺ ഇതിൻ്റെ ഈ പറയുന്ന ചേമ്പറിൻ്റെ റൈറ്റ് സൈഡിലെ ഓപ്പണിങ്ങിലൂടെ താഴേക്ക് വരും. അതും ഒരു കൺവെയറിലൂടെയാണ് ഇപ്പോൾ കണക്ട് ചെയ്തങ്ങ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഫാൻ കറങ്ങുന്നതിനോടൊപ്പം ചെറിയ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇവരിവിടെ ഒരു സ്പ്രേ ചെയ്യുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്പ്രേ നേരെ വന്ന് വീഴുന്നത് ആ ഒരു നമ്മളുടെ ഈ പീക്ക് പോകുന്ന കൺവെയറിലേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഹീറ്റ് നടന്നതിൻ്റെ ആ ഒരു ഒരു തണുപ്പിക്കലും പരിപാടികളൊക്കെ നടക്കും. അതായത് ഇത് ഡ്രൈ ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഒരു ഹീറ്ററിലുണ്ടായിരുന്ന ചൂട് കുറച്ച് നേരെ അടുത്ത മെഷീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അത് ശരിക്കും ഒരു സോർട്ടിംഗ് ഒക്കെ നടത്തിയാണ് അത് പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു റോട്ടറി ആയിട്ട് കറങ്ങുന്ന ഒരു ആക്സിസും കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോകണം. നമുക്കത് കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് അപ്പുറത്തായിട്ടാണ് മാറിയാണ് വരുന്നത്. ഇനി അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ കാണാം. ഇത് ശരിക്കും അവിടെ നിന്ന് ഡ്രൈ ആയി വന്നിരിക്കുന്നതിനെ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു 3-4 സ്റ്റേജും കൂടെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കൺവെയറിൽ നിന്ന് ഇതിൻ്റെ ഇപ്പുറവശത്തേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പം അവിടെ നിന്ന് നേരെ കുറേ കൂടെ ഇത് പാക്കിംഗ് സെക്ഷനിലേക്കാണ് ഇനി വരുന്നത്, ഈ ഓടി വരുന്നത്. അതായത് പൊടിക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന കുറേ മെഷീൻസാണ്. ഈ സോർട്ട് ഔട്ടിന് മുന്നേ ഹീറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഇത് ശരിക്കും ഡ്രൈ ആയി മാറിയിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3-4 ഇങ്ങനെ നമ്മൾ അരിപ്പ പോലൊരു സംഭവമുണ്ട്. എപ്പോഴും തുള്ളി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിലൂടെ വന്നതിന് ശേഷം ഇത് ഫിൽട്ടർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരുപാട് തരികളുണ്ടാവും. അതായത് കൂടിയ തരികളും ഉണ്ടാവും, കുറഞ്ഞ തരികളും ഉണ്ടാവും. അപ്പോൾ ഇത് 3-4 സെക്ഷനായിട്ട് അതിനെ സോർട്ട് ചെയ്തെടുക്കുകയാണ്. തേയിലയുടെ തരികളുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളിലേക്ക് പോകാനാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സോർട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 സെക്ഷനായിട്ട് സോർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും നൈസ് തരികളും അതിൻ്റെ മുകളിലുള്ളതും അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ നോക്കിയാൽ കാണാം, താഴെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഇത് പാക്കിങ്ങിലേക്ക് ഡയറക്റ്റ് പാക്കിംഗ് ആണ്. അവിടെ അത് എത്രയാണോ കണ്ടൻറ്റ് നിറയ്ക്കേണ്ടത് അതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്ത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് പോവുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഫാക്ടറി കണ്ട് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ചായ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ചായയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കും കിട്ടിയൊരു ചായ കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചായ കുടിക്കുന്നവരുണ്ട്. ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ചായ. ഓക്കേണോ? സൂപ്പറാണോ? സൂപ്പർ ചായ അല്ലേ? യെസ്. അപ്പോൾ സ്റ്റാഫിനെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊന്ന് കുടിക്കാൻ പോവാണ്. രണ്ടാമത്തെ എങ്ങനെയുണ്ടല്ലോ ചായ? സൂപ്പർ. 10 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്താലും കയറി വരുമ്പോൾ ഒരു ചായ കിട്ടിയാലും ഓക്കെ അല്ലേ? നല്ല ചായ ഇപ്പൊ കുടിച്ചു നമ്മള്. സൂപ്പർ ചായ, അടിപൊളി. എല്ലാവരുടെ അഭിപ്രായം കേട്ടല്ലോ, അടിപൊളി ചായയാണ്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? ഇവിടുന്ന് നമ്മൾ നേരെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇറങ്ങി ചെല്ലുന്നത് ഇവരുടെ ഒരു ഔട്ട്ലെറ്റിലേക്കാണ്. ഇവിടെ ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. ഇവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടീ പൗഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് ടീ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ലെമൺ ടീ, വൈറ്റ് ടീ, അങ്ങനെ കുറേ അധികം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. ഇപ്പം ഞാൻ അവിടെ കുടിച്ച് ആ ടീ തന്നെ കിട്ടുമെന്ന് നോക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കിത് അവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് നമുക്കിവിടെ അവിടെ നിന്ന് നമുക്കിത് ബില്ലടിച്ച് തരികയുള്ളൂ. നമ്മുടെ കയ്യിലെ ബാൻഡിൽ അവർ സ്കാൻ ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ബില്ല് തരും. നമുക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് തരില്ല. നമ്മളിവിടെ ബില്ലടിക്കുന്ന ഡെലിവറി സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ബില്ലടച്ച് ഡെലിവറി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനും അച്ഛനും മേടിച്ചല്ലേ സാധനം കിട്ടി. യെസ്. നമ്മുടേതും ബില്ലായിട്ടോ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഐറ്റം കിട്ടിയിട്ടോ. നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ഒലിവ്, സാൻഡ്വുഡ്, ഇത് ലിക്വിഡ്സ് ആണ് കേട്ടോ. ലിക്വിഡ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ പരിപാടികളൊക്കെ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.